ഞാൻ ഡോക്ടർ MP മണി. നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് ഔഷധങ്ങളുടെ ഒരു കലവറയാണ്. ഉലുവ, മഞ്ഞൾ, വെളുത്തുള്ളി, ജീരകം, മല്ലി അങ്ങനെ പോകുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളൊക്കെ ഏറെക്കുറെ ഒരുപാട് ആരോഗ്യത്തിനും നല്ല ആരോഗ്യത്തിനും സഹായിക്കുന്നതും ഔഷധമൂല്യം ഉള്ളവയുമാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഉലുവയെക്കുറിച്ചാണ്. ഉലുവ നമ്മളെക്കാൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഉത്തരേന്ത്യക്കാരാണ്. മേത്തി എന്ന പേരിൽ അവരത് അതിൻ്റെ ചെടിയും ഇലയും തണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന വിത്തും ഇതെല്ലാം അവർ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഇത് കറികളിലും പിന്നെ സുഗന്ധം കിട്ടാൻ മാത്രമല്ല കറികളായി തന്നെ അവർ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും രോഗം വന്നാൽ ചികിത്സ കൂടുതൽ ഫലപ്രദമാകുന്നതിനും സഹായിക്കുന്ന ഒരുപാട് ഔഷധ മൂല്യങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ഈ ആരോഗ്യത്തിന് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം എന്ന കാര്യത്തിൽ ഇത് ഉലുവ മാത്രമല്ല നമ്മുടെ അടുക്കളയിലുള്ള ഈ ഗൃഹൌഷധികൾ ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്ന് നമ്മളിപ്പോഴും ചർച്ച ചെയ്യാറില്ല. അതാണ് അതിൻ്റെ ഈ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. ഇതിൻ്റെ ഈ ഇലയിലും തണ്ടുകളിലും ഒരുപാട് നാരുകളുണ്ട്. ഈ മലബന്ധം എന്ന് പറയുന്നൊരു സാധനം പൂർണ്ണമായും ഇതില്ലാതാക്കും. ആ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി ശരീരത്തിൽ അടിഞ്ഞു കൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ പുറത്തു പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണകരമായ നേട്ടം. അതിൽ വലിയ നേട്ടമാണ് ആരോഗ്യരംഗത്ത്. അതുപോലെ തന്നെ ഈ രോഗാണുക്കളെ ചെറുക്കാനുള്ള ശേഷി വളരെ പ്രസിദ്ധമാണ്. അതായത് ഈ നമ്മൾ ജലദോഷം, ഫ്ലൂ, തൊണ്ടവേദന, ശ്വാസകോശ രോഗങ്ങൾ, വായ്പുണ്ണ് എന്ന് പറഞ്ഞ ഒരു അണുബാധയാണ്. ഇങ്ങനെയുള്ള പോലെ സൈനസൈറ്റിസ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ചികിത്സ ചെയ്തോ ചെയ്തില്ല എന്നുള്ളതല്ല, അതിൻ്റെ കൂടെ ഒരല്പം ഉലുവ ചൂടുവെള്ളത്തിലിട്ട് വെച്ച് അത് കുതിരുമ്പോൾ നന്നായിട്ട് ചൂടുവെള്ളം ചേർത്ത് അരയ്ക്കണം. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അവിടെ കലക്കി വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നേരിട്ട് തെളിയും. അതിൻ്റെ തെളി ഊറ്റിയെടുത്ത് ചെറു ചൂടോടെ നമ്മളൊന്ന് കവിൾ കൊണ്ടാൽ മതി. ഗാർഗിൾ ചെയ്താൽ ഈ അണുബാധയ്ക്ക് ഒരുപാട് പരിഹാരം കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അണുബാധയെ ചെറുക്കാനുള്ള ശേഷി നമ്മളിതുവരെ ചർച്ച ചെയ്യാറില്ല ഉലുവയുടെ. ഉലുവ നമുക്കിപ്പോഴും കറികളിൽ രുചിയും മണവും കിട്ടാനൊരു സാധനം മാത്രമാണ് നമ്മുടെ അടുക്കളയിൽ. ഇതിനേക്കാളുപരി ഇത് സന്ധിവാത രോഗങ്ങളിലും ഈ ദഹനേന്ദ്രിയ പ്രശ്നങ്ങളിലും കുറേ ഫലപ്രദമാണ്. അങ്ങനെയുള്ള ഒരുപാട് മരുന്നുകളിൽ ഉലുവ ചേരുന്നുണ്ട്. ഉലുവ നമുക്ക് ആഹാരമായിട്ടും മരുന്നായിട്ടും അത് ഡോക്ടർ നിർദ്ദേശപ്രകാരം ഉപയോഗിച്ചാൽ ഈ നീർക്കെട്ട്, സന്ധിവാത രോഗങ്ങൾ, ദഹനേന്ദ്രിയ പ്രശ്നങ്ങൾ ഇവകളിൽ നല്ല ഫലം കിട്ടാറുണ്ട്. ഇതിനേക്കാൾ എല്ലാം ഉപരി നമുക്ക് പരീക്ഷണസിദ്ധമായ കൃത്യമായ തെളിവുകളുള്ളത് ഇത് രക്തത്തിലെ ഉയർന്ന നിലയിലുള്ള പഞ്ചസാര, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡുകൾ ഇതിന് സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ ഒരുപാട് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഉലുവ വേവിച്ച് കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്. അപ്പോൾ നമ്മൾ പ്രമേഹ രോഗികളിലും ഉയർന്ന നിലയിൽ കൊളസ്ട്രോൾ ഉള്ളവരിലും ഈ ട്രൈഗ്ലിസറൈഡുകൾ ഉയർന്ന നിലയിലുള്ളവരിലും ഇത് കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശീലിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മരുന്നുകളുടെ സഹായമില്ലാതെ തന്നെ ഇതെല്ലാം സാധാരണ നിലയിലാകാൻ സഹായിക്കുന്നതാണ്. മാത്രമല്ല അത്തരത്തിലുള്ളൊരു ചികിത്സാരീതി നമ്മൾ ജീവിതശൈലിയിൽ അത്യാവശ്യം മാറ്റങ്ങൾ വരുത്തുക, ഇതുപോലുള്ള ഗൃഹൌഷധികളുടെ കൃത്യമായ ഉപയോഗം, വ്യായാമം, മാനസിക സംഘർഷമില്ലാത്ത ഒരു ജീവിത ശൈലി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരുപക്ഷേ നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുകൾ വരുന്ന, ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഹൃദയധമനി രോഗങ്ങൾ, പ്രത്യേകിച്ച് ഹൃദയധമനികൾ ബ്ലോക്ക് ഉണ്ടാക്കുന്ന അവസ്ഥ, ഇതിനെല്ലാം പ്രതിരോധിക്കാൻ സാധ്യമാണ്. ഇത് ഇത്തരം കാര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ ചർച്ച ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതുകൊണ്ട് ഡോക്ടറെ കാണുമ്പോൾ, നിങ്ങൾ ഏതാവശ്യത്തിനും ഡോക്ടറെ കാണുമ്പോൾ ഇതുപോലുള്ള ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്.